ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്തോ പെറുക്കി കെട്ടി ഒരു ഷോപ്പിലോട്ട് പോകുന്നതെന്നല്ലേ, അതൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കാനാണ്. അപ്പോൾ എന്താ സർപ്രൈസ്, ആർക്കാ കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് വഴിയേ കാണാം കേട്ടോ. അപ്പോൾ സർപ്രൈസ് പൊളിക്കുന്നതിന് മുമ്പേ ആദ്യമായിട്ട് നമുക്കൊരു ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കാം. നമ്മൾ ആദ്യം ഒരു പൂക്കൾ ഇങ്ങനെ കൊടുക്കുമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു നല്ല ഗോൾഡൻ കളറിലുള്ള ഒരു ബൗളാണ്. പിന്നെ ഞാൻ ഒയാസിസ് നനച്ചെടുത്തിട്ടുണ്ട്. അതൊരു പേപ്പറിൽ, ഇത് പേപ്പറല്ല, ഈ സ്റ്റിക്കർ പേപ്പറാണ്, ഇച്ചിരി കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒബ്സർവ് ചെയ്യത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു പേപ്പറിൽ നമുക്കിത് ഒയാസിസ് ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക ആദ്യമായിട്ട് തന്നെ. ഇനി നമുക്ക് എക്സസ് ആയിട്ട് നിൽക്കുന്ന പേപ്പറൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. പിന്നെ പൂക്കളായിട്ട് ഞാനിവിടെ മേടിച്ചിരിക്കുന്നത് ജെറിബറ പൂക്കളാണ്. അത് ഒരു പിങ്ക്, ഡാർക്ക് ഒരു പിങ്ക് കളറും പിന്നെ ഒരു യെല്ലോ കളറുമാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ കുറേ ഇലകളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നല്ല ഭംഗിക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആർക്കാ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷ കാണുമല്ലോ അല്ലേ. അതായത് എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. ഞാൻ പോസ്റ്റൊക്കെ ഇടുമ്പോൾ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ പിക്കിൾസ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറായ ഒരു വ്യക്തിയാണ് കേട്ടോ. ഇവിടെയൊന്നുമല്ല, വേറെ ഡിസ്ട്രിക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രിൻസിപ്പളായിട്ടിരിക്കുകയാണ് ഒരു സ്കൂളിൽ. അപ്പം പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പം ആ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് പുള്ളിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമായിട്ട് ഇന്നലെ വൈകുന്നേരം എന്നെ ഇതുപോലെ വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി ഒരു ബൊക്കെ പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്യാവോ, എൻ്റെ വൈഫിന് നാളെ ബർത്ത്ഡേ ആണ്, ഒന്ന് സർപ്രൈസ് ഗിഫ്റ്റ് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, ശരി എന്നാൽ ചെയ്തേക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതായത് ആ ബൗളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് റീയൂസ് ചെയ്യാൻ കണക്കിനുള്ളതാണെങ്കിൽ കൊള്ളാമല്ലോ ചേച്ചി എന്ന് ഇങ്ങോട്ട് തന്നെ പുള്ളി സജസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഗോൾഡൻ ബൗള് മേടിച്ചത്. പിന്നെ വൈഫിനാണെങ്കിൽ കിറ്റ്കാറ്റ് ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ചോദിച്ചായിരുന്നു ഏതാ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ മുട്ടായികളിൽ കിറ്റ്കാറ്റാണ് പുള്ളിക്കാരിക്ക് ഒത്തിരി ഇഷ്ടമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ കുറേ കിറ്റ്കാറ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ കൂട്ടി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ സർപ്രൈസായിട്ട്, പുള്ളിക്കാരിക്ക് ഇതൊന്നും അറിയത്തില്ല. ഇവർക്കിവിടെ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട് കേട്ടോ, സെമ്മൊഴിയാൽ ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പുള്ളിക്കാരി കാണും. വൈകുന്നേരം ഒരു 4:30-5 മണിയാകുമ്പം ഈ ബൊക്കെയൊക്കെ ഒന്ന് കൊണ്ട് കൊടുത്ത് സർപ്രൈസ് ചെയ്യണമെന്ന് ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ ഇന്ന് രാവിലെ പോയി പൂക്കളെല്ലാം മേടിച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ ഏകദേശം 3 മണിയായിട്ടുണ്ട്. എനിക്കൊരു 4 മണിയാകുമ്പോൾ കൊണ്ട് കൊടുക്കാനുള്ളതാണ്. ഞാനിവിടെ പല റേറ്റിലുമുള്ള കിറ്റ്കാറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പല കൂടിയതും കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള റേറ്റിലുള്ള കിറ്റ്കാറ്റാണ് മേടിച്ചേക്കുന്നത്. എല്ലാത്തിലും ഒരു സ്റ്റെമ്മ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഈർക്കിൽ തന്നെയാണ് അതിന് ഇതിൽ സെലോ ടാപ്പ് വെച്ച് ഒട്ടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ പൂക്കളൊക്കെ കോർത്ത് വെക്കുന്നത് പോലെ നമ്മുടെ ബൊക്കയിൽ ഇങ്ങനെ കോർത്ത് വെക്കാമല്ലോ. അത് കണക്കാക്കി എല്ലാത്തിനും ഞാൻ സ്റ്റെം പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത് കൂടാഞ്ഞിട്ട് ഞാൻ കുറച്ച് ചെറിയ മുട്ടായികളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതും 2-3 എണ്ണം വെച്ച് ഓരോ സ്റ്റിക്കിലും ഇതുപോലെ ഒട്ടിച്ച് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു അടിപൊളി ബൊക്കെ, പൂക്കളും പിന്നെ എന്താ മുട്ടായും എല്ലാം ചേർന്ന ഒരു ബൊക്കെ ആക്കി എടുക്കാവേ. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ 3-4 കോൾ വന്നു കഴിഞ്ഞു കേട്ടോ. ചേച്ചി റെഡി ആയോ ചേച്ചി, സമയമാവുന്നുണ്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ അവിടെ ഇരിക്കപ്പുറതിയില്ല. പുള്ളിക്ക് ഇത് വൈഫിന് കൊടുത്തിട്ട് ഫീഡ്ബാക്ക് അറിയാനുള്ള ഭയങ്കര ഒരു ആവേശമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ബൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പക്ഷെ എന്തോ ഒരു പോരായ്മ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഫ്രണ്ട്സ്? അവസാനം എനിക്ക് പിടികിട്ടി എന്തുവാ പ്രശ്നമെന്ന്. അതായത് നമ്മൾ ആദ്യം വെച്ചല്ലോ ഒയാസിസ്, അത് വൈറ്റ് കളർ ഡിസൈനുള്ള പേപ്പറാണെങ്കിലും അത് വൈറ്റ് കളറായിട്ട് ഇങ്ങനെ കാണുന്ന എനിക്കൊരു അഭംഗിയായിട്ട് തോന്നുന്നു. അപ്പം ഞാൻ ഓർത്തു അതൊരു ഗ്രീൻ കളർ ആവുകയാണെങ്കിൽ അതൊരു തണ്ട് പോലെ അല്ലെങ്കിൽ ഇല പോലെ നമുക്ക് തോന്നുമെന്ന്. അങ്ങനെ ഞാൻ തപ്പി നടന്ന് എനിക്കൊരു ഗിഫ്റ്റ് പേപ്പർ കിട്ടി. അത് ഞാൻ ഇതുപോലെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നാലോ. അങ്ങനെ ഞാൻ കടയിലെത്തിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ ബ്രദർ അവിടെ കേക്കൊക്കെ മേടിച്ച് ഓൾറെഡി സർപ്രൈസ് ചെയ്തേക്കുവാണ്. അപ്പം ഞങ്ങളും കൂടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്തു. ഞങ്ങളെല്ലാവരും കേക്ക് കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്താ പറയുക, ഞാൻ കൊണ്ടുപോയ ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുന്നത്. അതിനകത്ത് പുള്ളി പറഞ്ഞതിനനുസരിച്ച് ഞാൻ ഒരു ചെറിയൊരു നോട്ടീസ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് വേറെ എന്തോ പുള്ളി സർപ്രൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഹിൻറ്റ്, നമ്മൾ ട്രഷർ ഹണ്ടൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഒരു സാധനം എഴുതി വെക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കൊടുത്തു നോക്കാം. അതിലൊരു മെസ്സേജ് ഇരിക്കും. അത് പേപ്പർ എടുത്ത് വാസിച്ച് പേര് അതിൽ ലെറ്റർ ഇരിക്കും, എടുത്ത് പടി.
അതിലെ വെച്ച് പഠിച്ചാലും പോതും അത് അടിയെ വെച്ച്. പുള്ളിക്കാരി ഉണ്ടല്ലോ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ, ഇങ്ങനെയൊക്കെ ഗിഫ്റ്റ് കിട്ടും, ഇതുപോലെ കേക്ക് കട്ട് ചെയ്യാൻ പറ്റും, പൂക്കൾ കിട്ടും, അതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അത് കാരണം എനിക്ക് കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റി. പുള്ളിക്കാരിയുടെ കൈയൊക്കെ ഇങ്ങനെ ഷിവർ ആവുന്നുണ്ട് കേട്ടോ. കാരണം എന്നെയും ഞങ്ങളെയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, ഞാനിങ്ങനെ ഫിഷ് പിക്കിളൊക്കെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ അറിയാം. അപ്പം ഞാൻ അവിടെ വന്നപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു, ആ ഫിഷ് പിക്കിൾ കേട്ടിരുന്നാങ്ക അല്ല അത് തർറതുക്ക് കൊണ്ടുവന്നീങ്ങളാ അപ്പടിന്നെല്ലാം പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സർപ്രൈസ് ആയപ്പോഴത്തേക്ക് അവർക്ക് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതെന്തുവാ നടക്കുന്നതെന്ന്. അതിൽ എഴുതി വെച്ചിരുന്ന ക്യാഷ് കൗണ്ടറിനകത്ത് നോക്കാൻ പറഞ്ഞിട്ട് അത് നോക്കിയപ്പോഴുണ്ടോ ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അവർക്കത് ഒട്ടും തന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഹസ്ബൻഡ് ഇവിടെ ഇല്ല, അപ്പോൾ എങ്ങനെ ഈ ക്യാഷ് കൗണ്ടറിനകത്ത് ഈ ഒരു മോതിരം വന്നു പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അങ്ങനെ എനിക്ക് ഈ പൂക്കളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഓർഡർ ചെയ്തു തന്ന ആളും പൂക്കൾ റിസീവ് ചെയ്ത് തന്ന ആൾക്കും പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഏരിയയിൽ ആർക്കെങ്കിലും ചെറിയ ചെറിയ ഗിഫ്റ്റ് പുറത്ത് നിങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫിനോ ബ്രദറിനോ സിസ്റ്ററിനോ ആർക്കെങ്കിലുമൊക്കെ ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ ഇതുപോലെ എന്നെ ഏൽപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.